ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചന്റെ ഭംഗിയുള്ള അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇഷ്ടപ്പെട്ടോ കിച്ചൺ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വേഗം കുക്ക് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ തുടങ്ങണേക്കാട്ടിലും മുന്നേ നമുക്ക് ഒരാളിനെ വിളിക്കണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് അങ്കിളിനെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് അങ്കിൾ, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഹലോ ഹലോ. എന്തായാലും ഇവരൊക്കെ ഉണ്ടാക്കണ ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. അതെ. ഓക്കെ, ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കണേ? ചിക്കൻ നൂഡിൽ സൂപ്പ് അല്ലേ? ചിക്കൻ നൂഡിൽ സൂപ്പ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡിയാണ്. നമുക്ക് ഒരു 10 മിനിറ്റ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, 10 മിനിറ്റാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കേണ്ടത്. എൻ്റെ അടുത്തൊരു ടൈമർ ഉണ്ട്. ഈ ടൈമറിൽ 10 മിനിറ്റ് ആണ് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾ സൂപ്പ് അതിനകത്ത് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുള്ള, ഇപ്പോൾ രണ്ടുപേരും സെയിം ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ടേസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആണ്, മനസ്സിലായല്ലോ? ആർക്കാണോ കൂടുതൽ ടേസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് അവർക്ക് മാർക്സ് കൂടും. അതിനുശേഷം ഏരിയ എല്ലാം ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം, നമ്മുടെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ നമുക്ക് യൂണിഫോം ഒക്കെ ഒന്ന് മാറണം. ഒരു ഏപ്രിൽ ക്യാപ്പൊക്കെ ഇടണം. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, 10 മിനിറ്റേ ഉള്ളൂ. ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യാനും ബാക്കി കിച്ചൺ ക്ലീൻ ചെയ്യാനും പ്രസന്റേഷൻ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പുതിയ ഡ്രസ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഈ സാധനങ്ങൾ നോക്കിയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത്? ചിക്കൻ, ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, സാൾട്ട്, പെപ്പർ, സ്പിനാച്ച്, നൂഡിൽസ്, ചിക്കൻ സ്റ്റോക്ക്, ഓണിയൻ ആൻഡ് ഓയിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഈ 10 മിനിറ്റിൽ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിയണം. ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം സ്റ്റാർട്ട്സ് നൗ. ഇതാ, ഒത്തിരി ഓയിലൊന്നും ഒഴിക്കണ്ട. ഓക്കെ, ഓയിൽ ഒത്തിരി ഒഴിക്കണ്ട. ഓയിൽ ഹെൽത്തിയാണ്. സൂപ്പിന്റെ മേളിൽ ഓയിലൊന്നും പൊങ്ങി കിടക്കരുത്. കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉള്ളിയിട്ട് ഉള്ളിയിട്ട് വാഴിച്ചൊന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് ഇടും, പിന്നെ ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ബീൻസ് ഇടും, എന്നിട്ട് ഇളക്കണം. അവിടെ എന്തൊക്കെ ഇട്ട് ഇളക്കി? ഇവിടെ ക്യാരറ്റ് ഇട്ടു, ഓണിയൻ ഇട്ടു. എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തേ? ഓണിയൻ ഇട്ടു, ക്യാരറ്റ് ഇട്ടു. അപ്പൊ ഇതുവരെ എന്തൊക്കെയാ ചെയ്തായിരുന്നു ഈ കുട്ടി? ഒന്ന് പറഞ്ഞേ. ഇളക്കി ഉള്ളിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കോളിഫ്ലവർ കൂടി ഇട്ട് ഇളക്കിയിട്ട് പച്ച കളറിലുള്ള എന്താ? ബീൻസ്. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കൂടെ ഉള്ളൂ. അരുന്തിക്കുട്ടി എന്തൊക്കെ ചെയ്തേ? സ്റ്റോക്ക് ഒഴിച്ചു, പിന്നെ നൂഡിൽസ് ഇട്ടു, ചിക്കൻ ഇട്ടു. ഓക്കെ, ചിക്കൻ ഇട്ടു. ഓക്കെ, ഫൈൻ. രണ്ടുപേരുടെയും 5 മിനിറ്റ് കൂടെ ഉള്ളൂ. രണ്ടുപേരുടെയും തീരാറായിട്ടുണ്ടോ? തീരാറായോ അരുന്ധതി?
തീരാറായോ? സ്പിനാച്ച് എപ്പോഴാണ് ചേർക്കുന്നേ? ചേർത്തോ? ചേർത്തോ? സ്പിനാച്ച് ഒക്കെ ഇട്ടു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, എനിക്ക് അയ്യ. നിങ്ങളിവിടെ സ്പിനാച്ച് ഇട്ടോണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. സ്പിനാച്ച് കഴിക്കുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലോ. ആരാ? ആരാ? ഞാനാണോ നിങ്ങളൊക്കെ കൂടുതൽ കാർട്ടൂൺ കാണുന്നത്? ഈശ്വര, ആർക്കും അറിയില്ലേ? സ്പിനാച്ച് കഴിക്കുന്ന കാർട്ടൂൺ കാർട്ടൂൺ ആരാണ്? അറിയില്ല? അരുന്നതിക്കറിയില്ല? സ്പിനാച്ച് കഴിക്കുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടർ അറിയില്ലേ? ശേ, മോശം, എനിക്കും അറിയില്ല. അറിയില്ല? എനിക്ക് പപ്പായ ദി സെയിലർ മാൻ. പപ്പായ ദി സെയിലർ. സ്പിനാച്ച് പേസ്റ്റ് ഇങ്ങനെ ഡബ്ബ തുറന്ന് കഴിക്കണ കണ്ടിട്ടില്ലേ? അല്ലേ? അപ്പൊ പെട്ടെന്ന് ശക്തി വരും. നിങ്ങളുടെ ഏകദേശം ഇനി പ്രസന്റേഷനും കൂടിയേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഓഫ് ചെയ്തു അവര്. ആദ്യം ഓയിൽ ഒഴിച്ചു, അത് കഴിഞ്ഞ് ഓണിയൻ ഇട്ടു, ഓണിയൻ, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ഇട്ടു, ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടു, അത് കഴിഞ്ഞിട്ട് പെപ്പർ ആഡ് ചെയ്തു, ആ. അത് കഴിഞ്ഞിട്ട് സാൾട്ട് ഇട്ടു, പിന്നെ സ്ട്രോക്ക് ഒഴിച്ചു, പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു. ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചല്ലേ? അത് പറഞ്ഞില്ല, ഓയിൽ ഇടക്കിടക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ? 40 seconds. ക്ലീൻ ചെയ്തോളൂ. അവിടെ ആ കംപ്ലീറ്റ് ടേബിൾ കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കണം. 35 seconds. 30 seconds. 25 seconds. സമയം തീരാൻ പോകുന്നു. 20 seconds. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് ടേബിൾ ഒരു സാധനം ഉണ്ടാവരുത്. കംപ്ലീറ്റ് സാധനം മാറ്റിക്കോ. 6 5 4 3 2 and 1. അപ്പൊ നിങ്ങളുണ്ടാക്കിയ സൂപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാം. സൂപ്പ് ഇത് രണ്ടും കണ്ടാൽ അറിയാം. ഓക്കെ, ഒന്നിന്റെ പുറത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടപ്പുണ്ട്, ഒന്നിന്റെ പുറത്ത് ഓയിൽ ഇല്ല. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ല. ഓക്കെ, സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണത്. ഹെൽത്തി പ്രോബ്ലം ഉള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും വളരെ ഒരു മീഡിയ മാത്രം മതി. ജസ്റ്റ് പാനിൽ നിന്ന് നമ്മൾ എന്താ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിലേക്കൊരു ഒരു ഹീറ്റ് പാസ് ചെയ്യാൻ ഒരു മീഡിയ മാത്രം മതി ഓയിൽ. അതിനപ്പുറം ഓയിലൊന്നും ചെയ്യുന്നില്ല അവിടെ. അപ്പോൾ പിന്നെ ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ ടേസ്റ്റ് ആണ്. പക്ഷേ ടേസ്റ്റ് ആകുമ്പോഴത്തോളം അത് ഹെൽത്തി പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൂപ്പ് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതാണ് നമുക്ക്. ഇൻ കേസ് ഇത് ടേസ്റ്റ് ആണെങ്കിൽ പോലും ഓക്കെ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്ലീനിനെസ് നോക്കണം. പ്രസന്റേഷൻ ക്ലീനിങ് ആരും ക്ലീൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി ക്ലീൻ ചെയ്യണമായിരുന്നു. ആരും ക്ലീൻ ചെയ്തിട്ടില്ല. നോക്കട്ടെ, ഞാൻ ഈ സൂപ്പ് ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ട്. കൈപ്പണ്ണിയുള്ള കുട്ടികളാണല്ലേ? കൺഗ്രാറ്റ്സ്. ഇത് തന്നെ ടേസ്റ്റ് കേട്ടോ. ഓയിൽ ആണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാനൊരു ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഓയിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിതിന് ഏതിന് മാർക്ക് കൊടുക്കണം? ഞാൻ രണ്ടിന് മാർക്ക് കൊടുത്തോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ, കൊള്ളാം. രണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ ചിലപ്പം സീസണിങ് കുറവുണ്ടെങ്കിലും ഇത് നല്ല സീസണിങ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്തായാലും ഓയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടിനെ ഞാൻ ഒന്നിച്ച് തന്നെ സെലക്ട് ചെയ്തു. രണ്ട് വിന്നേഴ്സ്. രണ്ട് വിന്നേഴ്സ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ടീംസ്.